മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചിലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. സ്കൂൾ ഫിറ്റ്നസ് സംബന്ധിച്ച പ്രശ്നങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ ഒരുവിധമുള്ള റോഡുകളൊക്കെ വെള്ളം പൊട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരാഴ്ച 2 ആഴ്ചയോളം നമുക്ക് വെള്ളം കിണർ പറ്റിയപ്പോൾ നമ്മൾ വെള്ളം വന്നില്ല. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വെള്ളം വന്നത്. എല്ലാ റോഡും പൊട്ടിക്കുന്ന ഓടുകയാണ്. അപ്പോൾ അത് വെള്ളം വിട്ടുമ്പോൾ അത് നേരെയാക്കാൻ പറഞ്ഞാൽ അത് ഓഫ് ചെയ്യണം. അപ്പോൾ പിന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തേക്ക് വെള്ളം എത്തില്ല. ഇങ്ങനെയുള്ള പരാതികളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ വെള്ളം വിടുന്ന സമയത്ത്, പൊട്ടുന്ന സമയത്ത് അവിടെ എവിടെയാണ്, അവിടെ എല്ലാ ടെസ്റ്റിലും വന്ന മെമ്പർമാരെ എഴുതുന്നുണ്ട്. പിന്നെ ഒരു മെമ്പർ വന്നപ്പോൾ വളരെ മോശമായി പെരുമാറിയിട്ടാണ് ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മേഡം അന്വേഷിച്ചറിയാം. അപ്പോൾ ഒരു കാര്യം ഇനിയെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടിട്ടാണ് ഓരോ റോഡും കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് പൊട്ടി വെള്ളം പോകുമ്പോൾ അത് നേരെയാക്കാൻ പറഞ്ഞ 6-7 മാസം വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. ജനങ്ങളുടെ മുഴുവൻ വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ഇതൊന്നും നമ്മുടെ ഘടകസ്ഥാപനം എന്നറിയാം. പക്ഷെ ഇതിന്റെ മുഴുവൻ പഴി കേൾക്കുന്ന ഈ ഭരണസമിതി മെമ്പർമാരാണ്. അത് പൊട്ടിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഒരു അടയാളെങ്കിലും വെക്കുക. എന്നതിന് ശേഷം വെള്ളം വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് അവിടെ നേരാക്കുക എന്നുള്ളത് അടിയന്തരമായിട്ട് ചെയ്യണം. സ്കൂളുകളുടെ ഫിറ്റ്നസ്, രോഗിമുറികളുടെ ലഭ്യത, കുടിവെള്ള പരിശോധന എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗത്തിൽ ചർച്ചയായി. ഇപ്പം നിലവിൽ കഴിഞ്ഞ ദിവസം HI അവിടെ വിസിറ്റ് ചെയ്തു. സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയും അതിനോടനുബന്ധിച്ച നിർദ്ദേശങ്ങൾ എഴുതി വെച്ച് നമ്മളോട് 15-ാം തീയതിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. പക്ഷെ നമ്മളിപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ചുമരുകളാവട്ടെ, മതിലുകളാവട്ടെ, കൊത്ത് ബോർഡുകളൊക്കെ അടച്ചു തുടങ്ങിയിട്ട് പണിക്കാരെ വെച്ചിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓടിട്ട ബിൽഡിംഗ് ആയതുകൊണ്ട് ഓടും അതുപോലെ അതിൻ്റെ പട്ടിക ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ട് പണിക്കാരെ വെച്ചിട്ട് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം പറഞ്ഞു. അതിൻ്റെ ആളുകളെ വെച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. 15-ാം തീയതിക്ക് ശേഷമുള്ള കുറച്ച് വർക്കുകൾ നമുക്കിനി മുന്നിൽ കാണേണ്ടതുണ്ട്. വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്, പുല്ല് പോലത്തതൊക്കെ വെട്ടി ഒഴിവാക്കുന്നത്, അത് കൃത്യമായിട്ട് നമ്മൾ ഈ 15-ാം തീയതിക്ക് ശേഷം തന്നെ ഉടൻ തന്നെ അടുത്തൊരു വിസിറ്റിന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് നമുക്ക് സ്കൂൾ ഫിറ്റ്നസ് കിട്ടാവുന്ന തലത്തിലേക്ക് നമ്മളത് മാറും. പക്ഷെ നമുക്കിവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന കുറച്ച് മന്ത പോലത്തെ, കാട് പോലത്തെ കാര്യങ്ങളുണ്ട്. അത് ഇതിനു മുമ്പും നമ്മുടെ തൊഴിലുറപ്പിന്റെ ആ പ്രവർത്തകർ വന്നിട്ട് അത് ക്ലീൻ ചെയ്തു പോയിരുന്ന സമയം ഉണ്ടായിരുന്നു. സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പന തടയുക, സീബ്ര ക്രോസിംഗുകൾ സ്ഥാപിക്കുക തുടങ്ങി സുരക്ഷാ ആവശ്യങ്ങളും ഉന്നയിക്കപ്പെട്ടു. അവര് അവിടെ ചിലപ്പോഴൊക്കെ അടിപിടി അങ്ങനെയുള്ള സംഘർഷാവസ്ഥകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോലീസിൻ്റെ ഒരു സേവനം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ അവിടെ കടകളിൽ അവർ കടകളുടെ ബാക്കിലേക്ക് പോകുന്നു. അവിടെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലല്ല കുട്ടികൾ നിൽക്കുന്നത്. വെയിറ്റിംഗ് ഷെഡ് അവിടെ ഇല്ല. വെയിറ്റിംഗ് ഷെഡ് ഉള്ളത് സെൻറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഇടയ്ക്കൊക്കെ ടീച്ചേഴ്സ് അവിടെ പോയി നോക്കാറുണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാണ്. കാരണം 5:30 വരെ നിന്നാലാണ് കുട്ടികളെല്ലാവരും പോയി കഴിഞ്ഞ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയെങ്കിലും നമുക്കതിനൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്കുള്ളത് നായശല്യം. നമ്മുടെ അവിടെ വിഷയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു പട്ടി അവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓവുചാലിൽ പ്രസവിച്ച് ഒരു 8 കുട്ടികളുമായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ വെറ്റിനറി അവിടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിനുള്ള വകുപ്പില്ല. അങ്ങനെ പലരും പല സ്ഥലത്തേക്ക് നമ്മൾ റെഫർ ചെയ്യാൻ പറഞ്ഞു. അവിടേക്കൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു. ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ
ആസ് യൂഷ്വൽ സ്വാഭാവികമായിട്ട് നായക്കുട്ടികൾ എണീറ്റ് അവരവരുടെ വഴിക്ക് പോയി. അങ്ങനെ പക്ഷെ നമുക്ക് പേടിയായിരുന്നു. കാരണം നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ LP സ്കൂളിലെ കുട്ടികൾ മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾ നടന്നു പോകുന്ന ഗ്രൗണ്ടിനോട് ചേർന്ന സ്ഥലത്താണ് ഈ പട്ടി ഉണ്ടായിരുന്നത്. പട്ടിയും കുട്ടികളും കൂടി കിടന്നിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ്, സെക്രട്ടറി പി ജയലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. ഇന്നിപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിളിച്ചുചേർത്ത ദുരന്ത നിവാരണ സമിതി യോഗമാണ്. അതിൽ സ്കൂളുകളിലെ പ്രതിനിധികൾ, അതുപോലെ തന്നെ PWD, KCB ആണ് വിളിച്ചിരുന്നത്. അവർ മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. അതുപോലെ വാട്ടർ അതോറിറ്റി, അതിൻ്റേതായിട്ടുള്ള നിർവഹണ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ICDS, VO, AE, ഡയറി എക്സപ്ഷൻ, പോലീസ്, HI, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ, ആയുർവേദം, വെറ്റിനറി തുടങ്ങി എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥരെ വിളിച്ച് മഴക്കാല വരുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലും തുടങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എന്ത് വന്നാലും അതിനെ നേരിടാൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. എല്ലാവരും അതിൻ്റേതായുള്ള ഒരു മുൻകരുതൽ, ഒരു ദുരന്ത മുഖത്ത് എന്തെങ്കിലും വരുമ്പോൾ അതിലൊരു അപാകത നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അപാകത വരാതിരിക്കുന്നതിന് വേണ്ടി മുൻകരുതലുകൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെടുത്ത് എടുക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ നടപടികളും എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ യോഗം തീരുമാനിച്ചു. എല്ലാ മേഖലയിൽ നിന്നും KCB ഒഴിച്ച് മുഴുവൻ ഘടക സ്ഥാപനങ്ങളിലെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, PWD തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നു. വളരെ ഗൗരവപരമായ ചർച്ചയാണ് നടന്നത്. അതിലൊരു ഏകാണ്ടമായ എന്തും നേരിടാനുള്ള ഒരു ശക്തി സംഭരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് പൊതു ജനങ്ങളെയും അറിയിക്കാനുള്ളത്. ഇതിന് ഫിറ്റ്നസിന്റെ ഒരു കാര്യം പറയുന്നു, അതിൽ കുറച്ചെന്തോ ഉണ്ട്, തീർച്ചയായിട്ടും ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലങ്ങളിൽ പല വിദ്യാലയങ്ങളിലും ഉണ്ടായിട്ടുള്ള ദുരന്താനുഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള എല്ലാ വകുപ്പൊന്നും ഈ ടീച്ചർമാർ അതിൻ്റെ HM ഒക്കെ പല ഓഫീസിലും കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അത് നടത്തിയേ പറ്റൂ. എന്തായാലും അതിന് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ളതുണ്ടാവും. എന്തായാലും പുതിയൊരു ഗവൺമെൻറ് ഇനി തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നയമായിരുന്നു അത്. ഈ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ എന്തായിരിക്കും നയം എന്നുണ്ടെങ്കിൽ അതിലും പറ്റാവുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ രീതിയിലുള്ള വിഷയങ്ങൾ അതിൻ്റെ മന്ത്രിമാരായാലും ആരായാലും അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകും. PWD, ആരോഗ്യവകുപ്പ്, വാട്ടർ അതോറിറ്റി, ചേലക്കര പോലീസ് എന്നീ വകുപ്പുകളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ KCB പ്രതിനിധികൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് CCV.